ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ്. ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്, എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുക, ആർക്കെന്ത് വേണം എന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗിലാണ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ 2 ബാഗും ഒരു കൊട്ട, ഒരു കൊട്ട ആണ് ഞാൻ എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ബേബിക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്ന ഈ ബാഗാണ്. ഇതുപോലെ പാർട്ടീഷൻ പോലെ ഇതുപോലെ ബാഗുകളുണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ ആക്കി വെച്ചേക്കുന്നത്. നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ഇത് സൗകര്യമാണ്. ഇതിനകത്ത് കുഞ്ഞിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്ത് ആക്കി വെച്ചേക്കുക. നമുക്ക് ഒന്നിന്ന് തുടങ്ങാം. ചിലപ്പം അല്ലാതെ വെളിയിൽ നിന്ന് നോയ്സൊക്കെ കേൾക്കാം. ഇവിടെ അമ്പലത്തിലൊരു വായനയൊക്കെ നടക്കുവാണ്, അപ്പോൾ അതൊക്കെ കേൾക്കാം. നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഒന്നിന്ന് തുടങ്ങാം. ബേബിക്ക് വേണ്ടി ആദ്യം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ വെച്ചിരിക്കുന്നത് 2 ഡ്രൈ ഷീറ്റ്. ഇതുപോലെ കവറിനകത്താക്കിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ കവറിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജസ്റ്റ് എടുത്താൽ മതിയല്ലോ. ഇത് മുണ്ടാണ്, വൈറ്റ് തുണിയും മുണ്ടും ഉണ്ട്, 2 ഉണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്ത് ഉണക്കി തേച്ച് വെച്ചേക്കുവാണ്. ഇത് കുഞ്ഞിന് വേണ്ടി മുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ കെട്ടുടുപ്പുകളാണ്. ഇങ്ങനെ ഞാൻ കെട്ടുടുപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി ഉണക്കി വെച്ചേക്കുക. അങ്ങനെ കെട്ടുടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ 2 ബട്ടൺസിൻ്റെ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കെട്ടുടുപ്പ് ഒരു 10 ഉണ്ട്, പോലത്തതും എടുത്തിട്ടുണ്ട്. ബട്ടൺസും ഇത് ഇഷ്ടപ്പെട്ടു, ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുഞ്ഞിന് വേണ്ടി ഒരു മേടിച്ച സാധനങ്ങളുടെ എല്ലാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണുക. അപ്പം ഏതൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വീട്ടിലോട്ട് വരാൻ വേണ്ടി എടുത്ത് വെച്ചേക്കും കേട്ടോ. അത് ഇതിനകത്ത് 2 മിറ്റൻസിൻ്റെ സെറ്റുണ്ട്, ഹാറ്റും സോക്സും മിറ്റൻസും കൂടെ ഉള്ള 2 സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു റോംബറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റോംബറും അതിൻ്റെ ഒരു വൈറ്റ് മിറ്റൻസ്. ഇത് വീട്ടിലോട്ട് വരുമ്പോൾ കുഞ്ഞിന് വേണ്ടി ഇടാന്ന് പറഞ്ഞ് എടുത്ത് വെച്ചേക്കാം. ഇത്രയാണ് ഞാൻ മെയിൻലി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. ഇത്ര സാധനമാണ് ഈ ഒരു ഇതിനകത്ത് ഞാൻ എടുത്ത് വെച്ചത്. നമുക്ക് എടുക്കുമ്പോൾ സൗകര്യം, ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മ എടുക്കുമ്പോൾ അമ്മയ്ക്ക് സൗകര്യത്തിനനുസരിച്ചാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് കവറിനകത്താക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഫസ്റ്റ് എടുത്താൽ മതി. അപ്പം നമ്മൾ എടുത്തതുപോലെ തന്നെ തിരിച്ചു വെച്ചേക്കാം. എനിക്കിപ്പോൾ 36 weeks ആയി. ഈ നിമിഷവും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാം ഓൾറെഡി പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് ഇത്രയാണ് കുഞ്ഞുങ്ങൾക്ക്. വൈറ്റ് എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ്. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ആയതുകൊണ്ട് കാണാൻ പറ്റും എന്താണ് ഏതാണെന്നുള്ളത്. കാണാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് സൗകര്യം. ഇതിൻ്റെ ക്ലോത്ത് ആയത് അപ്പോൾ മൾട്ടി യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ 3 എണ്ണമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതുണ്ടല്ലോ ഹാറ്റ് വരുന്ന ടർക്കീസ്, ഇതുപോലത്തെ ഹാറ്റ് വരുന്ന ടർക്കീസും ഒരു 4 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞിനെ നമ്മൾ പൊതിഞ്ഞ് വെക്കണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി 4 എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അത് കാണിക്കുന്നുണ്ട്, ഏതൊക്കെയാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും ബേബിക്ക് വേണ്ടി എടുത്ത് വെച്ചിക്കുക, സെറ്റ് ചെയ്തു. പിന്നെ ഇതിനകത്തുള്ളത് ഇങ്ങനെ ഒരു കവറിനകത്താക്കി ഒരു സിഗ്ലോ ബാഗിനകത്ത് എൻ്റെ ഒരു നൈറ്റിയും അണ്ടർവെയർസും ഒരു പാഡും ഒരു ഡിസ്പോസിബിൾ പാൻറ്റീസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് റൂമിലോട്ട് വരുമ്പോൾ ആയിട്ട് ഇടാനായിട്ട്, അപ്പോൾ പെട്ടെന്ന് തപ്പുണ്ടായല്ലോ എന്ന രീതിയിൽ ഒരു സെറ്റ് എടുത്ത് വെച്ചേക്കുക. നമുക്ക് നീ അകത്തോട്ട് കൊടുക്കണമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങോട്ട് ചോദിച്ചാലും ഇത് എടുത്ത് തന്നാൽ മതിയല്ലോ, അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് തന്നാൽ മതി. ഇതിനകത്ത് എനിക്ക് യൂസ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു വൈറ്റ് ക്ലോത്തും മുണ്ടുകളുമാണ് വെച്ചേക്കുന്നത്. അപ്പം ഡെലിവറിക്ക് കയറ്റുമ്പോൾ അവർ മുണ്ടും വൈറ്റ് ക്ലോത്തൊക്കെ ചോദിക്കുമല്ലോ, അപ്പോൾ അത് എടുത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനൊരു കവറിനകത്താക്കി വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു സഞ്ചിക്കകത്ത്. എല്ലാം സെപ്പറേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമാണ്. ഇതുപോലൊരു ഇതാണ്, നല്ല സ്റ്റോറേജ് ഉള്ളതാണ്. നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതി. പോകുമ്പോൾ ഇത് എടുത്ത് ഇങ്ങനെ എടുക്കാൻ നേരത്ത് നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മസ്കിറ്റോ നെറ്റിൻ്റെ ഒരു ബെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ക്യാരി ബാഗാണ്. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള കപ്പ്, ബക്കറ്റ്, പീസ്. ഇതും അതുപോലെ തന്നെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഷോളാണ്. എനിക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് ഷോൾ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് എക്സ്ട്രാ ഞാൻ ചെരുപ്പ് ഇടാനായിട്ട് എടുത്ത് വെച്ചേക്കാണ്. ഞാനിപ്പോൾ ചെരുപ്പ് ഇട്ട് യൂസ് ചെയ്യുവാണ്. അത് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് കൊണ്ടുപോയാൽ മെയിനായിട്ടുള്ള സാധനം നമ്മുടെ ഹോസ്പിറ്റൽ ഫയൽ. അത്
മെയിനായിട്ട് ഞാൻ ഇതിനകത്താണ് വെച്ചേക്കുന്നത്. മെയിനായിട്ടാണ്, ഇതില്ലാതെ പോയിട്ട് കാര്യമില്ല. ഇതൊരു ഈ ബ്രാൻഡിൻ്റെ ഡിസ്പോസിബിൾ വാനിറ്റീസാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എങ്ങനെയുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. ട്രൈ ചെയ്യാൻ വേണ്ടി എന്ന രീതിയിൽ കൂടാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇതിനകത്തിൽ 4 എണ്ണത്തിൻ്റെ പാക്കേജ്. ഇത് ബെഡ്ഷീറ്റാണ്. ഒരു 3 ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കവറിനകത്താക്കി വെച്ചേക്കാം. എടുക്കുമ്പോൾ നല്ല സൗകര്യം. എനിക്ക് വേണ്ടുന്ന ഐറ്റംസ് ഇതിനകത്താണ് ഞാൻ എടുത്തത്. പിന്നെ നല്ല ഒരു യൂസ്ഫുൾ ട്രാവൽ ചെയ്യാൻ നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങളിലത് ഒതുങ്ങി ഇങ്ങനെ ഇരുന്നുള്ളൂ. ബാക്കി സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനാണ് വെച്ചേക്കുന്നത്. ഇതിനകത്ത് സോപ്സും അണ്ടർവെയർസൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാക്കറ്റിലാക്കി വെച്ചേക്കുക. ചെറിയൊരു ടവൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തോർത്തും എടുത്തിട്ടുണ്ട്. അണ്ടർ സ്കേർട്ട് 2 എടുത്ത് വെച്ചതുപോലെ ഓപ്പൺ നൈറ്റി 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് സിപ്പുള്ള ഫീഡിങ് ഡ്രസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഒരു 3 എടുത്തേക്കുന്നത്. കാരണം നമുക്ക് എത്ര ദിവസത്തേക്ക് അവിടെ നിൽക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് 3 അതും ഓപ്പൺ നൈറ്റി 2 എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയാണ് ഇതിനകത്ത്. അത്രയാണ് എനിക്കായിട്ട് മെയിൻലി ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലത്തെ മുണ്ടും എടുത്തിട്ടുണ്ട്. ഈ കൊട്ടയ്ക്കകത്ത് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ കവറുകൾ സഞ്ചികളും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് പാഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ പാഡാണ് എടുത്തേക്കുന്നത്. ഇത് 30 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ അത്ര ഒന്നും ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നില്ല. ഞാനൊരു 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് എടുത്തേക്കുന്നത്. 10 എണ്ണം മാത്രമേ എടുത്തേക്കുന്നത്. ഇതും എടുക്കുന്നുണ്ടല്ലോ. ഇതും 4 എണ്ണം ഉണ്ട്. ഇതും 10 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യം വരുന്ന സമയത്ത് കാരണം എടുക്കാനുള്ള അത്യാവശ്യം ദൂരമേ ഉള്ളൂ. അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനൊരു കവറിനകത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞാവിക്ക് ഡൈപ്പേഴ്സും എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണമാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല നടക്കില്ല. അതിനെല്ലാം നമ്മൾ മുണ്ടെടുത്തിട്ടുണ്ട്, കട്ട് പീസ്. പക്ഷേ ഇതും ഇതിന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചിട്ടുള്ളതേ ഉള്ളൂ. ഡോക്ടർ സമ്മതിക്കാൻ ചാൻസ് കുറവാണ്. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സഞ്ചിയിൽ സാനിറ്റൈസർ, സോപ്പ്, ഡെറ്റോള്, മാസ്ക്, അങ്ങനെ ഇത്ര ഐറ്റംസ്. അതിൽ ഇനി ബ്രഷും ബ്രഷ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല. അത് ഇത്രയും അങ്ങനെ സോപ്പ് എല്ലാം കൂടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. ഈ പാൽ കൊടുക്കുന്ന സാധനം അതും സ്പൂണും കുഞ്ഞു പാത്രം എടുത്തിട്ട് ഇങ്ങനൊരു ഉണ്ട എടുത്തിട്ടുണ്ട്. പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. സ്പൂണ് ഇങ്ങനൊരു ചോട്ടുപാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനിയൊരു പാക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചേക്കുവാണ്. എനിക്ക് ഫേസ് ചില സമയത്തൊക്കെ ഡ്രൈ ആകുമ്പോൾ ഒരു മോയ്സ്ചറൈസർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചുണ്ടും ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമ്പോൾ ഒരു ലിപ് ബാം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചുണ്ട് പൊട്ടി ഇരിക്കും. അപ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനാണത്. അതിന് വേണ്ടി എടുത്തേക്കാണ്. പിന്നെ ഒരു സിസേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറേ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് മുടി 2 സൈഡ് പിന്നിട്ട് വേണമല്ലോ പോകാൻ. എടുത്തിട്ടുണ്ട്. പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അതിന് ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഡപ്പയായത് നമുക്ക് ഏതൊക്കെയാണെന്ന് അതിൽ കാണാം. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു ഓപ്ഷനിൽ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്ത് വെച്ചേക്കുക. ഒരു ഫാന്, നല്ല കാറ്റാണ്. അപ്പോൾ ഞാനിത് ചിലപ്പോൾ കൊണ്ടുപോകത്തില്ല. ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. കാരണം എനിക്ക് നല്ല ചൂടാണ്. ഭയങ്കരമായിട്ട് ഞാൻ വേർക്കും. ഭയങ്കര ചൂടെടുത്ത് ഇരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഫാൻ എടുത്ത് ഇങ്ങനെ ആക്കാൻ വിചാരിച്ച് എടുത്ത് വെക്കുക. ഇത്രയാണ് ഈ കൊട്ടയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എല്ലാം എടുത്ത് വെച്ച് വാട്ടർ ബോട്ടിലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. അതും എടുക്കണം. പിന്നെ ഒരു അമ്മ തറയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പായ എടുത്തിട്ടുണ്ട്. അമ്മേൻ്റെ ആയിട്ടുള്ള ചുരിദാർ, അമ്മേൻ്റെ ഐറ്റംസൊക്കെ, അമ്മേൻ്റെ ഒരു കുഞ്ഞു ബാഗുണ്ട്, അതിനകത്ത് വെക്കാനാണ്. അത് എടുത്ത് വെച്ചിട്ടില്ല. അതും ലാസ്റ്റ് മിനിറ്റ് എടുത്ത് വെക്കാനാണ്. അപ്പോൾ ചെരുപ്പും അമ്മേൻ്റെ ഐറ്റംസും, ഫോണ്, ചാർജർ, കാർഡ്, ഇതൊക്കെ കൂടെ ഉള്ളു എടുത്ത് വെക്കാൻ. ബാക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. കാരണം 36 വീക്സ് ആയതുകൊണ്ട് ഏത് നിമിഷം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാം പ്രിപ്പയർ ആയി വെച്ചേക്കാണ്. ഇതെല്ലാം എടുത്ത് വെച്ചേക്കാം. ജസ്റ്റ് നീ പെയിൻ വരുവാണെങ്കിൽ ഓടിപ്പിടിച്ച് പോകാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. അത്യാവശ്യമുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. എൻ്റെ ഫസ്റ്റ് ഡെലിവറിയാണ്. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ്, പിന്നെ കുറേ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ പാക്ക് ചെയ്തത്. അപ്പം എന്തെങ്കിലും ഇനി ആവശ്യമുണ്ടോ അതോ ആവശ്യമില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ശരിയാവട്ടെ.
പ്രാർത്ഥിക്കുക. ഡെലിവറി അടുത്ത് വന്നേക്കുവാണ്. എല്ലാവരുടെ പ്രാർത്ഥന വേണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.